പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി സ്ഥലങ്ങൾ സന്ദർശിച്ച് സാമ്പിളുകൾ ശേഖരിച്ചു. ഏലൂർ നഗരസഭാ ഓഫീസിലെ ചർച്ചകൾക്ക് ശേഷമാണ് സമിതി അംഗങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിച്ചത്. അതേസമയം പഠനങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും നടപടികൾ വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി രൂപം നൽകിയ പ്രത്യേക സമിതിയാണ് ഇന്ന് സ്ഥലം സന്ദർശിച്ചത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച സമിതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്നു. നഗരസഭയിൽ ഉദ്യോഗസ്ഥർ, പരാതിക്കാർ തുടങ്ങിയവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് സമിതി സ്ഥലങ്ങൾ സന്ദർശിച്ചത്. വ്യവസായശാലകളിൽ നിന്നും മാലിന്യങ്ങൾ ആദ്യം ഒഴുകിയെത്തുന്ന കുഴിക്കണ്ടം തോടിൽ നിന്ന് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചു. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. ജില്ലാതല ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. 10 ദിവസത്തിനകം ഹൈക്കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്ന് സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. നമ്മൾ പരാതിയുടെ കൊടുത്തിട്ടുള്ള നേരത്തെ കോർട്ട് കേസൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരു ഡിസ്കഷനൊക്കെ നമ്മൾ ചെയ്യുകയുണ്ടായി. പിന്നെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കൂടി നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലം മേലെ സന്ദർശിച്ച ശേഷം നമ്മൾ നാളെ ഒരു കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു ജില്ലാ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഇൻപുട്സ് ബേസിസിൽ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോർട്ടിയുടെ മുൻപാകെ നമ്മൾ സമർപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് കോർട്ടിയുടെ നെക്സ്റ്റ് സിറ്റിംഗിന് മുൻപ് നമ്മൾ കൊടുക്കണം. ആഴ്ച ഒരു 10 ദിവസത്തിനകം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നു. പെരിയാറിലേക്ക് വിഷകരമായ അവശിഷ്ടങ്ങൾ തള്ളുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് KSR മേനോൻ, പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി, അസോസിയേഷൻ ഓഫ് ഗ്രീൻ ആക്ഷൻ ഫോഴ്സ് എന്നിവർ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സമിതിയെ നിയോഗിച്ചത്. അതേസമയം ഇതുവരെ നടത്തിയ ഒരു പഠനങ്ങളിലും നടപടിയെടുത്തിട്ടില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു. ഒരു ഓട്ടോറിക്ഷയിൽ പെട്ടി ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോകാനുള്ള സ്റ്റഡീസുകളുണ്ട്. അതനുസരിച്ചിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ. ഇതൊന്നും ഇതിനകത്ത് ഇതുവരെ തയ്യാറാകാണ്ട് പുതിയ പഠനങ്ങൾ കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയില്ല. നിലവിലിപ്പോ പുഴയിലേക്ക് മലിനീകരണം നടത്തിയത് ആരാണെന്ന് സാമ്പിൾ എടുത്ത് അതിനകത്ത് മലിനീകരണം വേണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ അത് ആരാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു സംവിധാനം നിലവിലില്ല. പ്രശ്നങ്ങൾ നിലവിൽ ഉള്ള പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ പദ്ധതികൾ ആദ്യം നടപ്പാകട്ടെ. അതിനുശേഷം വരുന്ന പ്രശ്നങ്ങൾ പിന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമ്മൾ ബന്ധപ്പെട്ട ഇന്ന് വന്നിരിക്കുന്ന കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായും പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.